അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14-ാം തീയതിയാണ്. മിസ്സസ് സോൾഡ് ഗുഡ്സ് ടു മിസ് ടിൻഡോ ഓൺ ക്രെഡിറ്റ് 2750. ഓക്കെ, ഇപ്പോൾ സാറ് വേഗം പറയും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കണം. ഇതെന്താണ്? ക്രെഡിറ്റ് ആണ്. ടിൻഡോന് നമ്മൾ ക്രെഡിറ്റിന് വിറ്റു, അതായത് കടത്തിന് വിറ്റു. ഇപ്പോൾ ടിൻഡോ ആരാണ്? ടിൻഡോ നമുക്ക് പൈസ തരാനുള്ള ആളാണ്, ഡെപ്റ്ററാണ്, അത് അസറ്റാണ്. അപ്പോൾ മിസ് ടിൻഡോൻ്റെ പേരിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? സെയിൽസ് ആണ്. അപ്പോൾ രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ മിസ് ടിൻഡോവും സെയിൽസും. ഓക്കെ, ഇവിടെ ബിസിനസ് ഗുഡ്സ് കടമായിട്ട് മിസ് ടിൻഡോന് വിൽപ്പന നടത്തുമ്പോൾ ബിസിനസിൻ്റെ ഡെപ്റ്റ്, അതായത് ടിൻഡോ എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് മിസ് ടിൻഡോവിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ടിൻഡോസ് അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ്. ക്ലിയർ? ഓക്കെ, സെയിൽസ് ഉണ്ടാകുമ്പോൾ ബിസിനസിൻ്റെ റവന്യൂ, ഇൻകം കൂടുകയാണ്, വരുമാനം കൂടുകയാണ്. അതുകൊണ്ട് സെയിൽസ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് അവർ ജേണൽ എൻട്രി. കണ്ടോ? മീൻസ് ടിൻഡോസ് അക്കൗണ്ട് ഡെബിറ്റ്. കാരണം ടിൻഡോ നമുക്ക് പൈസ തരാനുണ്ട്, കടത്തിന് നമ്മൾ വിറ്റു. പൈസ തരാനുള്ള ആളെ നമ്മൾ അസറ്റ് എന്നാണ് പറയാം, ഡെപ്റ്റർ. അപ്പോൾ അസറ്റ് കൂടി, ഇൻക്രീസിങ് അസറ്റ് ഡെബിറ്റ്. അടുത്തത് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനം കൂടി. സോ ഇൻക്രീസിങ് റവന്യൂസ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മളവിടെ ക്രെഡിറ്റ് സെയിൽസ് എഴുതണം. ക്ലിയർ ആണോ? ഓക്കെ, അതിന് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 15-ാം തീയതിയാണ്. ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ് മിനി. മിനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മളതിനെ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതണം. ഏത് അക്കൗണ്ടിൽ എഴുതണം? പർച്ചേസ്. ഓക്കെ, പർച്ചേസ് അത് മുഴുവൻ എഴുതുന്നില്ല, പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, പർച്ചേസ് അക്കൗണ്ടിൽ എഴുതണം. ഇനി മിസ് മിനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മിനിക്ക് എന്ത് ചെയ്യണം? പൈസ കൊടുക്കാനുണ്ട്. അതായത് മിനി നമ്മുടെ ലയബിലിറ്റിയാണ്. സോ മിനി നമ്മുടെ എന്താണ്? ലയബിലിറ്റിയാണ്, ക്രെഡിറ്ററാണ് മിനി. ഓക്കെ, അപ്പം മിനിക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ലയബിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്തു. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ്പെൻസ് ആയിട്ട് എടുക്കുക. എന്താണ്? എക്സ്പെൻസ്. ദിസ് ഈസ് അവർ എക്സ്പെൻസ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ്? എക്സ്പെൻസും ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ, ഇൻക്രീസിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ രണ്ട് ഘടകങ്ങൾ, ഒന്ന് പർച്ചേസ്, പിന്നെ രണ്ട് മിസ് മിനി. പർച്ചേസ് ഉണ്ടാകുമ്പോൾ ബിസിനസിൻ്റെ എന്താണ് വർദ്ധിക്കുക? എക്സ്പെൻസ് ആണ് വർദ്ധിക്കുക. അതുകൊണ്ട് പർച്ചേസ് എന്നത് എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് മിസ് മിനി ബിസിനസിൻ്റെ ക്രെഡിറ്ററാണ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, മിസ് മിനി നമ്മുടെ ക്രെഡിറ്ററാണ്. അതായത് മിസ് മിനിയോടുള്ള ലയബിലിറ്റി, ബിസിനസിൻ്റെ ലയബിലിറ്റി, ബാധ്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ദി ജേണൽ എൻട്രി ഈസ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മിസ് മിനി. ക്ലിയർ? സോ ദിസ് ഈസ് അവർ ജേണൽ എൻട്രി. 15th പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 15,000 ടു മിസ് മിനീസ് അക്കൗണ്ട് 15,000. ക്ലിയർ? എന്താണത്? ക്രെഡിറ്റ് പർച്ചേസ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18-ാം തീയതിയാണ് പിന്നെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. പെയ്ഡ് വേജസ് പേ ചെയ്യാനുള്ളത് 3,000 rupees. ക്ലിയർ? 3000 രൂപയുടെ വേജസ്. ഇവിടെ രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പെയ്ഡ് എന്ന വാക്കുള്ളതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. രണ്ട് ഘടകങ്ങളിൽ ഒരു ഘടകം ക്യാഷ് ആണ്. സോ പെയ്ഡ് എന്ന വാക്ക് വന്നുകൊണ്ട് നമുക്കൊരു അക്കൗണ്ട് എന്തായിട്ട് എടുക്കാം? ക്യാഷ് ആയിട്ട് എടുക്കാം. വൺ അക്കൗണ്ട് ഈസ് ക്യാഷ്. ദെൻ വേജസ് നമുക്കറിയാം, തീർച്ചയായിട്ടും ഒരു കൂലിയാണ്, പണിയെടുക്കുന്നവർക്ക് കൊടുക്കുന്ന കൂലിയാണ്, എക്സ്പെൻസ് ആണ്. ദിസ് ഈസ് ആൻ എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ വേജസ് കൊടുക്കുമ്പോൾ എക്സ്പെൻസ് ഇൻക്രീസിങ് എക്സ്പെൻസ് ഡെബിറ്റ്. ഓക്കെ, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഡിക്രീസിങ് അസറ്റാണ് ക്യാഷ്. അസറ്റ് കുറയുന്നു. സോ ഡിക്രീസിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. ക്ലിയർ? സോ ദി ജേണൽ എൻട്രി ഈസ് എന്തായിരിക്കും വരിക? വേജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. അപ്പോൾ ഒന്നുകൂടി പറയാം സാറ്, ഇവിടെ രണ്ട് ഘടകങ്ങൾ, ഒന്ന് വേജസും ഒന്ന് എന്താണ്? ക്യാഷുമാണ്. വേജസ് കൊടുക്കുമ്പോൾ ബിസിനസിൻ്റെ എന്താണ് വർദ്ധിക്കുക? എക്സ്പെൻസ് ആണ് വർദ്ധിക്കുക. അതുകൊണ്ട് വേജസ് എന്നത് ഡെബിറ്റ് ചെയ്യുക. വേജസ് കൊടുക്കുമ്പോൾ ബിസിനസിൻ്റെ ക്യാഷ് എന്ന അസറ്റ് കുറയുകയാണ്. അതുകൊണ്ട് ക്യാഷ് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, സോ 18th ജേണൽ എൻട്രി എന്ന് പറയുന്നത് 18th വേജസ് അക്കൗണ്ട് ഡെബിറ്റ് 3,000 ടു ക്യാഷ് അക്കൗണ്ട് ഇതാണ് 3,000. അതിൻ്റെ നരേഷൻ വേജസ് പെയ്ഡ്. ക്ലിയർ? ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. 19th പ്രോബ്ലം. പെയ്ഡ് കമ്മീഷൻ ഫോർ സെയിൽസ്മാൻ ഫോർ ദ മന്ത് 1,500. നമ്മൾ സെയിൽസ്മാൻ എന്ത് ചെയ്തു? കമ്മീഷൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പെയ്ഡ് എന്ന വാക്കുള്ളത് കൊണ്ട് ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് ഒരു അക്കൗണ്ട് എന്താണ്? ക്യാഷ് ആണ്. സോ വൺ ഓഫ് ദ അക്കൗണ്ട് ഈസ് ക്യാഷ്. ഒരു അക്കൗണ്ട് നമുക്ക് ക്യാഷ് ആണ്. ഒരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷ്. ഓക്കെ, ആൻഡ് എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മൾ കൊടുത്തത് കമ്മീഷനാണ് അല്ലേ? സോ ദിസ് ഈസ് അവർ
എന്താണ് എക്സ്പെൻസ് കമ്മീഷൻ. സോ കമ്മീഷനാണ് രണ്ടാമത്തെ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കണം? അത് നമുക്ക് അസറ്റ് ആയിട്ട് എടുക്കണം. ക്ലിയർ? സോ അസറ്റ് ഇൻക്രീസസ് ആണോ? അല്ല, നമ്മൾ കമ്മീഷൻ കൊടുക്കുമ്പോൾ അസറ്റ് കുറയാണ്, ക്യാഷ് കുറയാണ്, മറിച്ച് നമ്മുടെ എക്സ്പെൻസ് ഇൻക്രീസസ്. ഇൻക്രീസിങ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ രണ്ട് ഘടകങ്ങൾ, ഒന്ന് കമ്മീഷനും ഒന്ന് ക്യാഷുമാണ്. കമ്മീഷൻ കൊടുക്കുമ്പോൾ ബിസിനസിന്റെ എക്സ്പെൻസ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് കമ്മീഷൻ എന്നത് ഡെബിറ്റ് ചെയ്യുക. കമ്മീഷൻ കൊടുക്കുമ്പോൾ ബിസിനസിന്റെ ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ക്യാഷ് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, 90th ജേണൽ എൻട്രി കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് 1500 ടു ക്യാഷ് അക്കൗണ്ട് 1500. കമ്മീഷൻ പെയ്ഡ്. ഇതുകൊണ്ടാണ് കമ്മീഷൻ നമ്മുടെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്. ക്യാഷ് നമ്മുടെ അസറ്റാണ്, അത് കൊടുക്കുമ്പോൾ കുറയുന്നു. ഈ ഡിക്രീസിങ് അസറ്റ് ക്രെഡിറ്റ്. ക്ലിയർ? ഇനി നമ്മൾ റിയൽ അക്കൗണ്ട് റൂൾ അനുസരിച്ചാണെങ്കിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യണം. അങ്ങനെ ഓക്കെ ആണെങ്കിലും കമ്മീഷൻ നമ്മുടെ ഡെബിറ്റ് ആണ്. മനസ്സിലാവാം? ക്ലിയർ? നോമിനൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച്. റിയൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് ക്യാഷ് ഡെബിറ്റ് വാട്ട് കംസ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ്. പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? നമുക്കിനി 20ാമത്തെ നോക്കാം. 20ാമത്തേത് പെയ്ഡ് റെന്റ് ഓഫ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ എന്താണ് റെന്റ് നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പെയ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ആണ്, റെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. റെന്റ് വാടക കൊടുത്തു എന്നാണ്, അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. പെയ്ഡ് ക്യാഷ് കൊടുത്തു അല്ലേ, ഇപ്പോൾ ക്യാഷ് കുറഞ്ഞു. ഇപ്പോൾ റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസിങ് എക്സ്പെൻസ് ഡെബിറ്റ്. ഓക്കെ, സോ റെന്റ് അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മീഷൻ റിസീവ്ഡ് ഫോർ. കമ്മീഷൻ റിസീവ്ഡ് ഫോർ എന്നുള്ളതാണ് അടുത്ത ജേണൽ എൻട്രി. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. റിസീവ്ഡ് എന്ന വാക്കുള്ളതുകൊണ്ട് ക്യാഷ് ആണ്. നമുക്ക് ക്യാഷ് കിട്ടി. എന്തിന്റെ രൂപത്തിൽ കിട്ടി? കമ്മീഷന്റെ രൂപത്തിൽ നമുക്ക് ക്യാഷ് കിട്ടി. സോ റിസീവ്ഡ് എന്ന വാക്കുള്ളതുകൊണ്ട് ക്യാഷ്, കമ്മീഷൻ നമുക്ക് കിട്ടി. സോ ഇറ്റ് ഈസ് ആൻ ഇൻകം. നമ്മുടെ വരുമാനമാണ്. എല്ലാ വരുമാനങ്ങളും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് വരുമ്പോൾ നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? കമ്മീഷൻ. ദാറ്റ് ഈസ് ദ എൻട്രി. ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 24ാം തീയതിയാണ്. 24ാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ ബൈ മിസ് മിറ്റോ. അപ്പോൾ മിസ് മിറ്റോ ആണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആള് എന്ത് ചെയ്തു? അയാൾ കൊണ്ടുവന്ന പൈസ പോരാണ്ട് വന്നു. 2 ലക്ഷം രൂപ പോരാണ്ട് വന്നപ്പോൾ കുറച്ച് പൈസ, ഒരു 50,000 രൂപ കൂടി എക്സ്ട്രാ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ കൊണ്ടുവരുന്ന പൈസ ഒക്കെ എന്താണ്? ക്യാപിറ്റലായിട്ട് നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മിസ് മിറ്റോസ് ക്യാപിറ്റലാണ് ഒരു അക്കൗണ്ട് മിസ് മിറ്റോസ് ക്യാപിറ്റലാണ്. ക്ലിയർ ആണോ? എന്തായിട്ടാണ് കൊണ്ടുവന്നത്? ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരു അക്കൗണ്ട് ക്യാഷ് ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷും വന്നു, ക്യാപിറ്റലും വന്നു. അപ്പോൾ ക്യാഷ് ഇൻക്രീസസ്, ക്യാപിറ്റൽ ഇൻക്രീസസ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ്സിന്റെ ക്യാഷ് എന്ന അസറ്റാണ് വർദ്ധിക്കുന്നത്, കൂടുന്നത്. സോ അതുകൊണ്ട് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി മിസ് മിറ്റോ ബിസിനസ്സിന് ക്യാഷ് നൽകണം. അപ്പോൾ നമ്മൾ അതിനെ എന്തായിട്ട് പരിഗണിക്കണം? ക്യാപിറ്റലായിട്ട് പരിഗണിക്കണം. അതുകൊണ്ട് മിറ്റോസ് ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കാരണം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ക്രെഡിറ്റ് ആണ്. സോ ദ ജേണൽ എൻട്രീസ് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. This one is cash account debit 50,000 to Miss Mito's capital account, that is 50,000. സോ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ, വീണ്ടും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ സാധാരണ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അതേ എൻട്രി തന്നെയാണ് ഇവിടെ പറയുക. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. 27ാം തീയതി വെരി ഈസിയാണ്. ക്യാഷ് സെയിൽസ് ആണ്. നമ്മൾ ഓൾറെഡി അറിയാം. ക്യാഷ് ഇൻക്രീസസ്, സെയിൽസ് വരുമാനം ഇൻക്രീസസ്, ഇൻകം ഇൻക്രീസസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? സെയിൽസ്. ഓക്കെ, സോ 27 വെരി ഈസിയാണ്. കാരണം ക്യാഷ് സെയിൽസ് നടക്കുമ്പോൾ എപ്പോഴും സെയിൽസ് നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസിങ് ഇൻകം എന്താണ്? ക്രെഡിറ്റ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് വന്നു. സെയിൽ അടക്കുമ്പോൾ എപ്പോഴും എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ക്യാഷ് സെയിൽസ്. ഓക്കെ, ക്ലിയർ? നമുക്കിനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 28th ആണ്. പെയ്ഡ് ഫോർ എന്താണ്? ക്യാരേജിന് നമ്മൾ എന്ത് ചെയ്തു? പേ ചെയ്തു. ക്യാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ പരിഗണിക്കണം. എക്സ്പെൻസ്. ഇപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസിങ് എക്സ്പെൻസ് എന്താണ്? ഡെബിറ്റ്. അപ്പോൾ ക്യാരേജ് അക്കൗണ്ട് ഡെബിറ്റ്. പെയ്ഡ് എന്നുള്ളത് കൊണ്ട് ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി.
ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, അസറ്റ് ഡിക്രീസസ്, ഡിക്രീസിങ് അസറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. സോ ക്യാരേജ് അക്കൗണ്ട് ടു ക്യാഷ്. ഞാൻ വേഗത്തിൽ പറയുന്നത് നിങ്ങൾ കുറേ പ്രോബ്ലം ആയി ചെയ്യുന്നത്, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ക്യാരേജ് അക്കൗണ്ട് ടു ക്യാഷ്. ക്ലിയർ? ഓക്കെ, ദിസ് വൺ 28th one. ഓക്കെ, ദെൻ നെക്സ്റ്റ് 29th നമുക്ക് പോവുകയാണെങ്കിൽ പെയ്ഡ് ക്യാഷ് ടു മിസ് തങ്കമ്മ. തങ്കമ്മക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. പെയ്ഡ് എന്ന വാക്കുകൊണ്ട് ക്യാഷ് എന്ന വാക്കുന്നുണ്ട്. സോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസിങ് അസറ്റ് എന്താണ്? ക്രെഡിറ്റ്. സോ ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. മിസ് തങ്കമ്മ, തങ്കമ്മക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. തങ്കമ്മ നമ്മുടെ ആരായിരുന്നു? ക്രെഡിറ്റർ ആയിരുന്നു. അതുകൊണ്ട് തങ്കമ്മ നമ്മുടെ ആരാണ്? ലൈബിലിറ്റി ആണ്. അപ്പോൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ ഇനി കൊടുക്കണ്ട, അപ്പോൾ ലൈബിലിറ്റി കുറഞ്ഞു. ഡിക്രീസിങ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഡെബിറ്റ്. സോ മിസ് തങ്കമ്മസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? ക്യാഷ്. ക്ലിയർ? സോ 29th entry എന്ന് പറയുന്നത് മിസ് തങ്കമ്മസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. സോ ക്യാഷ് പെയ്ഡ് ടു മിസ് തങ്കമ്മ. ക്ലിയർ? ഇത് വളരെ ശ്രദ്ധിക്കണം. ഡെബിറ്റിൻ്റെ നേരെ DR എന്ന് എഴുതണം, അവിടെ എമൗണ്ട് എഴുതണം. ക്രെഡിറ്റിന് നേരെയും എമൗണ്ട് എഴുതണം. ഡേറ്റ്. ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറയുന്നത് പെയ്ഡ് സൺഡ്രി എക്സ്പെൻസസ്. പെയ്ഡ് എന്ന വാക്കുള്ളത് നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. സൺഡ്രി എക്സ്പെൻസ് കൊടുത്തു. സൺഡ്രി എക്സ്പെൻസും പിന്നെന്താണ്? ക്യാഷുമാണ് രണ്ട് അക്കൗണ്ടുകൾ വരുന്നത്. അപ്പോൾ സൺഡ്രി എക്സ്പെൻസസ് അക്കൗണ്ട് ടു ക്യാഷ്. ക്ലിയർ? അടുത്ത കൂടി പറയാം, ലാസ്റ്റ് വൺ അല്ലേ. മിസ് മിറ്റോ ഹാസ് വിഡ്രോൺ ഹാസ് ഫോർ പേഴ്സണൽ യൂസ്. മിസ് മിറ്റോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൈസ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ ഓണർ പൈസ എടുത്താൽ നമ്മൾ അതിന് സ്പെഷ്യൽ അക്കൗണ്ടിലാണ് എഴുതുന്നത്. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ഡ്രോയിങ് അക്കൗണ്ട്. ഇതാണ് ഡ്രോയിങ്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്. ക്യാഷ് വിഡ്രോ ചെയ്തു പോയെന്നാണ് പറയുന്നത്. ക്യാഷ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഡ്രോയിങ്സും ക്യാഷുമാണ്. ബിസിനസിൻ്റെ ഓണർ, അതായത് ബിസിനസിൻ്റെ മുതലാളി, ബിസിനസ്സിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് പിൻവലിച്ചാൽ ബിസിനസ്സിൻ്റെ എന്താണ് കുറയുക? ജസ്റ്റ് തിങ്ക്, അയാൾ കൊണ്ടുവന്ന പൈസയാണ് കുറയുക. അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടാണ് രണ്ടാമത്തെ അക്കൗണ്ട്. ഓക്കെ, ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ക്ലിയർ ആണോ? പക്ഷേ ഇവിടെ അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റലേക്ക് എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ക്യാഷാണ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയുന്നത്. ആക്ച്വലി അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലാണ് കുറയുന്നതെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷാണ് കുറയുന്നത്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് കുറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ക്യാപിറ്റൽ നമ്മൾ ഡ്രോയിങ്സുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ കുറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ എന്താണ്? ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണല്ലോ. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. പക്ഷേ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല. ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല ഡെബിറ്റ് ചെയ്യേണ്ടത്, ഡ്രോയിങ്സിലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡെബിറ്റ്, അത്ര ആലോചിച്ചാൽ മതി. ഇപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്നതായിട്ട് വിചാരിക്കാം. അപ്പോൾ ക്യാഷ് കുറയുന്നു, അസറ്റ് കുറയുന്നു, ക്രെഡിറ്റ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എൻ്റെ എൻട്രീസ് നോക്കാം. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് 2 entries. സൺഡ്രി എക്സ്പെൻസസ് അക്കൗണ്ട് ടു ക്യാഷ്, അതായത് എക്സ്പെൻസസ് കൊടുത്തു. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. എക്സ്പെൻസ് ഇൻക്രീസിങ് എക്സ്പെൻസ് ഡെബിറ്റ്, ആ റൂൾ അനുസരിച്ച് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ്, അസറ്റ് കുറഞ്ഞു. അപ്പോൾ ഡിക്രീസിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. ഡ്രോയിങ്സിൽ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്, അസറ്റ് കുറഞ്ഞു, ക്യാഷ് എടുത്തുകൊണ്ട് പോയപ്പോൾ അതുകൊണ്ട് ഇതിന് ക്രെഡിറ്റ് ചെയ്തു. ഡ്രോയിങ്സ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? അത് ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ കുറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്തു. പക്ഷേ ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്യാൻ പാടില്ല, ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇല്ലുസ്ട്രേഷൻ 3. ഇതുപോലെ 4, 5, 6, 7, 8 ഒക്കെ ഉണ്ട്. പിന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ പ്ലീസ് കീപ് ഇൻ ടച്ച് വിത്ത് us. ഓക്കെ.